സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം പേട്ട സ്വദേശിനിയായിട്ടുള്ള ഗോപിക. ഗോപിക ഇപ്പോൾ മീഡിയനൊപ്പം ചേരുകയാണ്. ഗോപിക പഠിച്ചത് തിരുവനന്തപുരത്തെ എൻലൈറ്റ് അക്കാഡമിയിലാണ്. ഇപ്പോൾ എൻലൈറ്റ് അക്കാഡമിയിലെ അധ്യാപകനും പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 185 185ാമത്തെ റാങ്കാണ് ഗോപികയ്ക്ക്. ഗോപിക ആദ്യം തന്നെ വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഭയങ്കര സന്തോഷവും എക്സൈറ്റഡ് ഒക്കെയാണ് മുഖത്ത്. എന്താ ഈ നിമിഷം പറയാൻ തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാൻ സഹായിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും എല്ലാ സാർമാർക്കും ടീച്ചർമാർക്കും എല്ലാം ഒരുപാട് നന്ദി പറയാനുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനും അമ്മയും എന്നെ എപ്പോഴും സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അനിയത്തി എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയാണ് ഈ നേട്ടം എനിക്ക് നേടാൻ സാധിച്ചത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയണം. ഞാൻ എപ്പോഴും ഡൗൺ ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുമ്പോഴും അവരെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. എന്നെക്കൊണ്ട് സാധിക്കും എന്നെല്ലാം അവർ പറഞ്ഞതിലൂടെയാണ് എനിക്ക് പറ്റിയത്. സോ ഇപ്പം നല്ല സന്തോഷമുണ്ട്. ആ സന്തോഷം മുഖത്തും വാചകങ്ങളിലും ഒക്കെ പ്രകടമാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ഇങ്ങനെ ഇപ്പോൾ ഇതിൽ കിട്ടിയത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയപ്പോഴത്തേക്കും ഡൗൺ ആയില്ല, പക്ഷേ ഡൗൺ ആയപ്പോൾ കൂട്ടുകാർ മോട്ടിവേറ്റ് ചെയ്തു. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഏത് റാങ്കാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഇങ്ങനെ ഈ ഒരു 185 അല്ലെങ്കിൽ അതിലും താഴേക്ക് വരണം, അല്ലെങ്കിൽ ഏറ്റവും കയ്യെത്തും ദൂരത്തേക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതിയപ്പോഴത്തേക്കും ഫസ്റ്റിനെക്കാളും കുറച്ചുകൂടെ മികച്ചതായിട്ടാണ് മെയിൻസ് എഴുതാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മെയിൻസിനായിരുന്നു മാർക്ക് കുറവ്. അപ്പോൾ ഒരു 8 മാർക്കിൻ്റെ ഡിഫറൻസിലാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ലിസ്റ്റിൽ വരാതിരുന്നത്. അപ്പം സെക്കൻഡ് ടൈം മെയിൻസ് കുറച്ചും കൂടെ നന്നായി എഴുതി എന്ന് തോന്നി. പിന്നെ UPSC ആയതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് ഞാൻ ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ലിസ്റ്റിൽ നെയിം കണ്ടപ്പോഴാണ്. നമ്മളിങ്ങനെ ലിസ്റ്റ് 1009 ആളുകളുടെ പേര് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ തപ്പി ഇതേ എൻ്റെ പേര് കണ്ടു. അപ്പോൾ എൻലൈറ്റ് അക്കാഡമി വിളിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഇങ്ങനെ ആദ്യം ഇവരാണ് വിളിച്ച് പറഞ്ഞത് ഗോപികയ്ക്ക് റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇവിടുന്ന് എങ്ങനെ അറിഞ്ഞത്? ഞാൻ രാവിലെ തൊട്ട് തന്നെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ ഇന്ന് റിസൾട്ട് വരും എന്ന് ഞാൻ. അപ്പം റിസൾട്ട് വന്നു, PDF വന്നു. PDF അപ്പം തന്നെ പേരെടുത്ത് സെർച്ച് ചെയ്യാതാണ് നോക്കി, സ്ക്രോൾ ചെയ്ത് നോക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ഇപ്രാവശ്യം ഉണ്ട്. ഞാൻ ആദ്യം മഹേഷ് സാറിനെയാണ് വിളിച്ചത്. അപ്പം മഹേഷ് സാറിന് ഭയങ്കര സന്തോഷമായി. സാറാണ് എന്നെ ഫിലോസഫി ആണ് എൻ്റെ ഓപ്ഷണൽ. അപ്പോൾ എൻലൈറ്റിലാണ് ഞാൻ ഫിലോസഫിയുടെ ഫുൾ ഇത് ചെയ്തത്. അപ്പോൾ സാർ എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്റർ തന്നെയാണ്. എപ്പോഴും എല്ലാ സ്റ്റെപ്പിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വിക്ടറി സാറിൻ്റെയും വിക്ടറിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം വിളിച്ചത് ഞാൻ സാറിനെയാണ് വിളിച്ചത്. അപ്പോൾ എൻലൈറ്റ് അക്കാഡമിയിലെ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടുക ഒരാൾക്ക് മാത്രമല്ല, ഒട്ടും 3rd റാങ്ക് അടക്കം എൻലൈറ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എൻലൈറ്റ് അക്കാഡമി ഉണ്ട്. അപ്പോൾ ഗോപികയ്ക്ക് അഭിനന്ദനങ്ങൾ, അതുപോലെ തന്നെ എൻലൈറ്റ് അക്കാഡമിക്കും. എന്താണ് ഇങ്ങനൊരു പ്രവർത്തനം ഏത് രീതിയിലാണ്? ഞങ്ങൾ ഒരു കോച്ചിങ് എൻലൈറ്റ് സിവിൽ സർവീസ് കോച്ചിങ് തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. അപ്പോൾ എല്ലാ വർഷവും റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ സന്തോഷം കാണുക എന്നുള്ളത് അതിലേക്കാൾ സന്തോഷമാണ്. അപ്പം ഈ വർഷമാണെങ്കിൽ ഇപ്പം റാങ്ക് 3 അർച്ചിത്ത് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അവൻ ഇവിടെ എല്ലാം പഠിച്ചതാണ്. മഹാരാഷ്ട്രക്കാരനാണ് ബേസിക്കലി. പക്ഷേ ഇപ്പം എൻലൈറ്റ് ഒരു പാൻ ഇന്ത്യ അക്കാഡമിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ റിസൾട്ടും നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ വന്നിട്ട് 48ാമത്തെ റാങ്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഞാൻ പോലും ഇച്ചിരി എക്സൈറ്റഡുമാണ്, ടെൻഷനുമാണ്. പിന്നെ വന്നേക്കുന്നത് ഈ പറഞ്ഞ പോലെ റാങ്ക് 169 ഉണ്ട് രജത്ത്, പിന്നെ ഗോപിക, പിന്നെ 250, അങ്ങനെ കുറേയധികം റാങ്കുകളുണ്ട്. ഇത് ഈ വർഷമല്ല, എല്ലാ വർഷവും ഉള്ളതാണ്. കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥ് രാംകുമാർ റാങ്ക് 4 ആയിരുന്നു, കേരളക്കാരൻ തന്നെയാണ്. സോ അതിൽ ഞങ്ങൾ ത്രില്ഡാണ്. പിന്നെ എല്ലാത്തിലും ഉപരി വി ആർ താങ്ക്ഫുൾ. പിന്നെ ഇതിന്റെ ഒരു ടെൻഷനുണ്ട്. അത് രാവിലെ തൊട്ട് ഇവർക്കുള്ള പോലെ തന്നെ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ടെൻഷൻ മാറിയപ്പോൾ ശരി വരുന്നുണ്ടല്ലോ മുഖത്തെന്തിൽ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ 4, ഇത്തവണ 3 എൻലൈറ്റിന്റെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇനി അടുത്ത തവണ ഈ 4ഉം 3ഉം ഒക്കെ മാറി 1, 2 എൻലൈറ്റിലേക്ക് വരുമോ? അതൊരു സ്ഥിരം നമ്മൾ പറയത്തില്ലേ, നല്ലൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത സിനിമ അതിൽ നല്ലതാക്കണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. ആ ഒരു ടെൻഷൻ ഇതിനകത്ത് ഇപ്പോഴും വന്നുകൊണ്ടിരിപ്പുണ്ട്. അതൊരു സംഭവം. പക്ഷേ നമ്മൾ എപ്പോഴും ഞങ്ങളിപ്പോഴും എഫേർട്ട് എന്താ എടുക്കുന്നു അതിൽ നമ്മൾ റിസൾട്ട് കിട്ടുന്നതിന് വിശ്വസിക്കുവാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, കുട്ടികൾ അവർ അതിലും ആത്മാർത്ഥമായിട്ട് ചെയ്യും. അപ്പോൾ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ സ്വാഭാവികത. ഗോപിക അവസാനമായിട്ട് 185 ആണ്. അപ്പോൾ IAS അല്ല, അതിനപ്പുറത്തേക്കാണ്. അപ്പോൾ IAS ആണോ? എന്താണ് ആഗ്രഹിച്ചത്? IAS, IFS, IPS അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാണ് ആഗ്രഹിച്ചിരുന്നത്? ഏതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്? ഫോറിൻ സർവീസാണ്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഫോറിൻ സർവീസാണ്. പക്ഷേ ഈ വർഷം 185 വരെ അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് റവന്യൂ സർവീസ് ആയിരിക്കും. അപ്പം IFSന് വേണ്ടിയിട്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നും കൂടെ ഒരു പരിശ്രമത്തിനും കൂടെ ഇറങ്ങേണ്ടി വരും. ധൈര്യമായിട്ട് അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഗോപികയ്ക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 185ാമത്തെ റാങ്കാണ് ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ എൻലൈറ്റ് അക്കാഡമിയുടെ ഒരു പൂർണ്ണ സപ്പോർട്ടും തന്റെ വിജയത്തിന് മുന്നിലുണ്ട് എന്നാണ് ഗോപിക പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് രാജേന്ദ്രനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.